ഹായ്, ഞാൻ ഡോക്ടർ ദേവി, കൺസൾട്ടൻറ്റ് മൈക്രോബയോളജിസ്റ്റാണ്. ഈ ഒരു വീഡിയോയിൽ അമീബ ഉണ്ടാക്കുന്ന മസ്തിഷ്ക അണുബാധയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ കയറുന്നത്, രോഗലക്ഷണങ്ങൾ, ട്രീറ്റ്മെൻറ്റ്, പിന്നെ ഇത് വരാതിരിക്കാനുള്ള പ്രതിവിധികൾ, അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയുമ്പോൾ അമീബ ഒരു പാരസൈറ്റ് ആണ്. മെനിഞ്ചോ എൻസെഫലൈറ്റിസ്, മെനിഞ്ചൈറ്റിസ് അഥവാ മസ്തിഷ്ക അണുബാധ ഒരുപാട് ഓർഗാനിസംസ് ഉണ്ടാക്കാം. ബാക്ടീരിയൽ ആകാം, ഫംഗൽ ആകാം, പാരസൈറ്റിക് ആകാം, അങ്ങനെ പല തരത്തിലുള്ള ഓർഗാനിസത്തിന് മസ്തിഷ്കത്തിൽ അണുബാധ ഉണ്ടാക്കാം. പക്ഷേ ഇതൊക്കെ ഒരു പ്രൈമറി ഡിസീസ് ആയിരിക്കില്ല. മേ ബി അതിൻ്റെ ഇനിഷ്യൽ സൈറ്റ് ഓഫ് ആക്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ബ്ലഡ് വഴി ഇത് തലച്ചോറിലേക്ക് കയറി ഒരു സെക്കൻഡറി മെനിഞ്ചോ എൻസെഫലൈറ്റിസോ മെനിഞ്ചൈറ്റിസോ അഥവാ എൻസെഫലൈറ്റിസോ ഉണ്ടാക്കാം. പക്ഷേ ഇന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന വിഭാഗത്തിൽപ്പെടുന്ന അമീബകൾ ഡയറക്റ്റ് നമ്മുടെ തലച്ചോറിലേക്ക് കയറി തന്മൂലം മസ്തിഷ്ക അണുബാധ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പ്രൈമറി മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത്. അമീബകൾ പല തരത്തിലുണ്ട്. നമ്മുടെ ഗട്ടിൽ ഉള്ളിലുണ്ട്, കോളനൈസ് ചെയ്ത്, അതായത് നമുക്ക് അസുഖങ്ങളൊന്നും വരാത്ത രീതിയിൽ സിംബിയോസിസ് ക്രിയേറ്റ് ചെയ്ത് പോകുന്ന തരത്തിലുള്ള അമീബകളുണ്ട്. ഇതൊന്നും കൂടാതെ വേറൊരു വകഭേദമുണ്ട്, അതായത് ഫ്രീ ലിവിങ് അമീബ. ഫ്രീ ലിവിങ് അമീബ എന്ന് പറയുമ്പോൾ അതിന് സ്വന്തമായിട്ട് ജീവിക്കാൻ കഴിയും. നമുക്കൊരു ലിവിങ് ഒബ്ജക്റ്റിൻ്റെ സഹായത്തിലല്ലാതെ അതിന് സ്വന്തമായിട്ട് എൻവയോൺമെൻറ്റിൽ അത് ജീവിച്ച് പോരുന്നു. വെള്ളത്തിലും സോയിലിലും മഡ്, ചെളി അങ്ങനെയൊക്കെ ഉള്ളിടത്താണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ വൺസ് നമ്മൾ ഇവരുമായിട്ടൊരു കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലേക്ക് കയറി നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കാം. അല്ല എങ്കിൽ അത് പ്രത്യേകിച്ച് അതും മനുഷ്യരുമായിട്ടുള്ള ആ ഒരു ബാരിയർ ബ്രേക്ക് ആയില്ലെങ്കിൽ അത് നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല. സ്വിമ്മിംഗ് പൂളിലുമൊക്കെ സ്വിമ്മ് ചെയ്യുമ്പോഴും ഡൈവ് ചെയ്യുമ്പോഴും ഇവിടെ മുങ്ങുമ്പോഴും ഈ വെള്ളം നമ്മുടെ മൂക്കിലും വായിലും ചെവിയിലൂടുമൊക്കെ ഉള്ളിൽ കയറുന്നുണ്ട്. അത് കയറുന്നതോടൊപ്പം തന്നെ ഈ വെള്ളത്തിലുള്ള ഈ സൂക്ഷ്മജീവികളും നമ്മുടെ ഉള്ളിൽ കയറും. അത് കഴിഞ്ഞ് ഇത് മൂക്കിലേത് ന്യൂറോട്രോപ്പിക് ആണ് ഈ പാരസൈറ്റ്, അതായത് ഈ അമീബ. ന്യൂറോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ നെർവ്സിനോട് ഒരു പ്രത്യേക തരം നെർവ്സിൽ എൻട്രി ചെയ്യാനായിരിക്കും ഇതിന് താല്പര്യം. അപ്പോൾ ആ നെർവ്സ് വഴി ക്രിബ്രിഫോം പ്ലേറ്റ് വഴി ഇത് ഡയറക്റ്റ് നമ്മുടെ തലച്ചോറിലേക്ക് പോകും. തലച്ചോറിലും തലച്ചോറിനെ ആവരണം ചെയ്തിട്ടുള്ള മെനിഞ്ചിയൽ ലെയറിലും ഇത് ഇൻഫെക്റ്റ് ചെയ്യും. അപ്പം കൂടുതലായിട്ട് മെനിഞ്ചൈറ്റിസ് ആൻഡ് എൻസെഫലൈറ്റിസ് ബോത്ത് കണ്ടീഷൻ മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ആണ് ഇത് ഉണ്ടാക്കുക. സോ വൺസ് ഈ ഓർഗാനിസം നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ ഇതിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ആ ഒരു ടൈം, അതിനെയാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. സോ ആ ഒരു ടൈം ഡിഫർ ചെയ്യും. ഓരോ വ്യക്തികളുടെ ഇമ്മ്യൂണിറ്റി, പ്രതിരോധശേഷി അനുസരിച്ച് ഡിഫർ ചെയ്യും. സോ അതൊരു 2 ദിവസം തൊട്ട് ഒരു 2 ആഴ്ച വരെ ആ ഒരു ഡിഫറൻസ് ഉണ്ടാകും. അതിൽ ഇനിഷ്യൽ സിംറ്റംസ് വളരെ ലൈറ്റായിട്ടുള്ളൊരു ഫീവറോ അല്ലെങ്കിൽ ലോസ് ഓഫ് ടേസ്റ്റ് ആൻഡ് സ്മെൽ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. സോ ഈ ഒരു ഇനിഷ്യൽ സിംറ്റംസ് ഉള്ള ടൈമിൽ നമ്മൾ വലിയ കാര്യമാക്കി എടുക്കാറില്ല. പിന്നീട് നമ്മൾ പനി കൂടുമ്പോഴോ തലവേദന, കഴുത്ത് വേദന, ഛർദിൽ, ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും ഡോക്ടറിനെ കാണുന്നതും അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായം തേടുന്നതും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ തന്നെ ബേസ്ഡ് ഓൺ ഹിസ്റ്ററി, പേഷ്യൻ്റെ സിംറ്റംസ് ഇതൊക്കെ വെച്ച് തന്നെ നമുക്ക് ഒരു ഇനിഷ്യൽ ഡയഗ്നോസിസ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഇമ്മ്യൂണോഫ്ലൂറസെൻസ് ടെക്നിക്ക് വെച്ചിട്ട് ഈ അമീബയുടെ ട്രോഫോസോയിഡ് ഫോമിൻ്റെ പ്രസൻസ് ഒരു മൈക്രോസ്കോപ്പിക് മെത്തേഡ് വെച്ച് തന്നെ നമുക്കൊരു വിത്തിൻ ഒരു 1 അവറിനുള്ളിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ കൺഫർമേഷൻ എപ്പോഴും ഒന്നിലെ മോളിക്കുലർ ടെസ്റ്റ് അല്ലെങ്കിൽ കൾച്ചർ ആയിരിക്കും. അപ്പോൾ അതിനൊരു 1-2 ദിവസത്തിൻ്റെ താമസം വരും. അതിൻ്റെ സമയവും സന്ദർഭവും അനുസരിച്ച് ആ ഒരു ഡിലേ ഉണ്ടാവും. അപ്പോൾ വൺസ് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ മസ്തിഷ്ക സംബന്ധമായ അസുഖമായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് പേഷ്യൻസിനും ഉണ്ടാവും. പിന്നെ അതൊരു ഫേറ്റൽ ഡിസീസുമാണ്. അപ്പോൾ അത് കഴിയുന്നതും നമ്മൾ ഇതിനെ പ്രതിവിധി ഇത് വരാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇത് വരാതിരിക്കാൻ നമുക്ക് എടുക്കാൻ പറ്റുന്ന പ്രിക്കോഷൻസ്? ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ കുളത്തിലും പുഴയിലും അരുവിയിലും കനാലിലും ഒന്നും പോയി ചാടാതിരിക്കുക, സ്വിം ചെയ്യാതിരിക്കുക, ഡൈവ് ചെയ്യാതിരിക്കുക. അതേസമയം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂൾസ്, അത് ഇൻഡോർസ് ആയിക്കോട്ടെ ഔട്ട്ഡോർസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ളിടത്ത് ക്ലോറിനേറ്റഡ് ആണോ, പ്രോപ്പർലി ഡിസിൻഫെക്റ്റഡ് ആണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ സ്വിം ചെയ്യാനൊക്കെ പോവുക. അപ്പോൾ നമ്മളിപ്പം പ്രോപ്പർ ഡിസിൻഫെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒട്ടുമിക്ക രോഗാണുക്കളും ക്ലോറിൻ വഴി നശിക്കുന്നതാണ്. അപ്പോൾ ക്ലോറിനേഷൻ മതി, പ്രോപ്പർലി ക്ലോറിനേറ്റ് ചെയ്യുക. ഒരു വാട്ടർ തീം പാർക്ക്, അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ ആണെങ്കിൽ അവർ ഡെയിലി
അവർ ആ ഒരു ക്ലോറിൻ റെസിഡ്യൂ, അതായത് 1 to 3 ppm ഉള്ളിൽ തന്നെ അവരുടെ വാട്ടറിലെ ക്ലോറിൻ റെസിഡ്യൂ ഇറ്റ് ഷുഡ് ബി മെയിൻറ്റെയിൻ ബിറ്റ്വീൻ ദാറ്റ് 1 and 3 ppm. സോ അതുകൊണ്ട് തന്നെ ഓർഗാനിസംസ് എല്ലാം ആ ഒരു റെസിഡ്യൂവിൽ എഫക്റ്റിൽ നശിച്ചു പോകാവുന്നതാണ്. അതേസമയം നമ്മുടെ ഇൻഡോർ അല്ലെ പ്രൈവറ്റ് പൂൾസ് ആണെങ്കിൽ നമുക്ക് വീക്ക്ലി ക്ലോറിനേറ്റ് ചെയ്താൽ മതി. ഡെയിലി ബേസിസിൽ നമ്മൾ ഫിൽട്രേഷൻ പർപ്പസ് ആൻഡ് റീസർക്കുലേഷൻ ഓഫ് വാട്ടർ നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഇതൊക്കെ പൂർണ്ണമായും ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം സ്വിമ്മിങ്, ഡൈവിംഗ് ഒക്കെ ചെയ്യുക. പിന്നെ സ്വിം ചെയ്യുമ്പോഴും ഡൈവ് ചെയ്യുമ്പോഴും ഒക്കെ പ്രോപ്പർ എറ്റിക്വറ്റ്സ് എല്ലാം ഫോളോ ചെയ്യുക. ഗോഗിൾസ്, നോസ് പിൻസ്, ഇയർ പ്ലഗ്സ് ഇതൊക്കെ യൂസ് ചെയ്യുക. കഴിയുന്നതും നിങ്ങൾക്ക് കണ്ടാമിനേറ്റഡ് ആയെന്ന് തോന്നുക വെള്ളത്തിലൊന്നും അധികം കോണ്ടാക്റ്റും സമ്പർക്കവും പുലർത്താതിരിക്കുക. ഈ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ മാത്രമേ, അതായത് ത്രൂ വാട്ടർ മാത്രമേ ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഈ ഒരു അമീബയ്ക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ അസുഖം തടയാവുന്നതാണ്. പിന്നെ ഒരു രോഗിയിൽ നിന്നും ഇതൊരു മറ്റൊരു രോഗിയിലേക്ക് പകരാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ്. സോ എൻവയോൺമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് മിക്ക അസുഖങ്ങളും. അപ്പം മൈക്രോ ഓർഗാനിസംസ് എല്ലാം നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങളിലും എൻവയോൺമെൻറ്റിലും ഒക്കെ ഉണ്ട്. അപ്പം ഹ്യൂമൻസും എൻവയോൺമെൻറ്റും തമ്മിലൊരു ബാരിയറുണ്ട്. അപ്പോൾ ആ ഒരു ബാരിയർ നമ്മൾ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഇൻഫെക്റ്റീവ് ഡിസീസും നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ പബ്ലിക് ഹൈജീൻ, പേഴ്സണൽ ഹൈജീൻ ആൻഡ് എൻവയോൺമെൻറ്റൽ ഹൈജീൻ മസ്റ്റായിട്ട് നോക്കുക ആൻഡ് ഗെറ്റ് റിഡ് ഓഫ് ഓൾ ദോസ് ഡിസീസ്. താങ്ക് യു.